രാജ്യത്തെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരിയായി കോഴിക്കോടിനെ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മുതൽ ജൂൺ 23 സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കും. 6 വിഭാഗങ്ങളിൽ സാഹിത്യ അവാർഡ് നൽകും. മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക ജൂബിലി ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചു. ബഷീറും പൊറ്റക്കാടും തിക്കോടിയനും NP മുഹമ്മദും P വത്സലയും UA ഖാദറും സുരാസുവും MS ബാബുരാജും അടക്കമുള്ള സാഹിത്യത്തിലെയും സംഗീതത്തിലെയും നാടകത്തിലെയും പ്രമുഖർ ജീവിച്ചു മരിച്ച നാട്. കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ വജ്ര ജൂബിലി പുരസ്കാരം MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മന്ത്രി രാജേഷ് കൈമാറി. ആത്മാവുള്ള നഗരമാണ് കോഴിക്കോടെന്ന് മന്ത്രി രാജേഷ് അഭിപ്രായപ്പെട്ടു. മാനവികതയുടെയും സൗഹാർദ്ദത്തിന്റെയും നീതിബോധത്തിന്റെയും സ്വാതന്ത്ര്യാഭിവാജ്ഞയുടെയും നാടാണ് കോഴിക്കോട്. കോഴിക്കോടിന്റെ കല പിറന്നത് ഈ മൂല്യങ്ങളിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊൽക്കത്ത പോലുള്ള വൻ സാഹിത്യ പാരമ്പര്യമുള്ള നഗരങ്ങളെ പിന്തള്ളി യുനെസ്കോ സാഹിത്യ പദവി കോഴിക്കോടിന് കിട്ടാൻ കോർപ്പറേഷന്റെ ചിട്ടയായ പ്രവർത്തനം കാരണമായതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാവരെയും സ്വീകരിക്കുന്ന, ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ചരിത്രം, ഒരു പാരമ്പര്യം ഈ കോഴിക്കോട് നഗരത്തിനുണ്ട്. അപ്പോൾ അതെല്ലാം ചേർന്നാണ് കോഴിക്കോടിന് ഇപ്പോൾ ഈ പുരസ്കാരം. ഇപ്പോഴത്തെ നേട്ടം മാത്രമല്ല, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ നേട്ടം. ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 23 കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. അന്ന് 6 വിഭാഗങ്ങളിൽ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കും. ജൂൺ 23 എന്ന ഒരു ദിവസം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനം ആയി ആഘോഷിക്കണം എന്ന് എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ്. എല്ലാ വർഷവും നമുക്കൊരു സാഹിത്യ നഗര പുരസ്കാരം ഇതുപോലെയുള്ള ജൂൺ 23 പ്രഖ്യാപിക്കാനും അതുപോലെ നമുക്ക് കോഴിക്കോട് നഗരത്തിലൊരു സാംസ്കാരികോത്സവം നടത്താനും അതിൽ വെച്ചുകൊണ്ട് ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കാനും സാധിക്കണം. സാഹിത്യ നഗര പദവിയുടെ ലോഗോ പ്രകാശനം, വെബ്സൈറ്റ് ഉദ്ഘാടനം എന്നിവ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗരിയുടെ ആസ്ഥാനമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രഖ്യാപിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കവി PK ഗോപി, കില അർബൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അജിത് കാളിയത്ത്, A പ്രദീപ് കുമാർ, TV ബാലൻ, TP ദാസൻ, പുരുഷൻ കടലുണ്ടി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.